അങ്ങനെ ലഡു റെഡി, ടൊമാറ്റോ സോസ് റെഡി. അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ, എനിക്ക് നൂഡിൽസ് മാത്രം മതി എന്നൊക്കെ പറയുന്നത് ചില കുട്ടികളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടും കുട്ടികൾ ഉണ്ടാവാറുണ്ട്, അൺപ്ലാൻഡ് ആയിട്ടും കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അൺപ്ലാൻഡ് ആണെങ്കിലും പ്ലാൻഡ് ആണെങ്കിലും നമ്മൾ കുട്ടികൾ വേണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കുട്ടികളെ കുറിച്ചിട്ടുള്ള കുറെ സങ്കല്പങ്ങൾ ഉണ്ടാവും. ലൈക്ക് ഞാൻ കൊടുത്തതെല്ലാം കഴിക്കുന്ന കുട്ടി, അധികം കരയാത്ത, എന്നെ ബുദ്ധിമുട്ടിക്കാത്ത കുട്ടി, ബെഡിൽ മൂത്രമൊഴിക്കാത്ത കുട്ടി, ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്ന കുട്ടി, സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന ഉടനെ തന്നെ ഹോംവർക്ക് ചെയ്യാനിരിക്കുന്ന കുട്ടി, അപ്പൊ തന്നെ യൂണിഫോം മാറ്റുന്ന കുട്ടി, സോക്സ് ഒക്കെ വൃത്തികേടാക്കാതെ വരുന്ന കുട്ടി, അങ്ങനെ നമ്പർ ഓഫ് തിങ്സ് നമ്മുടെ മനസ്സിലുണ്ടാവും. നമുക്ക് കിട്ടുന്ന ഒരു സാധനം, പിന്നെ അമ്മയും അച്ഛനെയും ഭയങ്കരമായിട്ട് അനുസരിക്കുന്ന കുട്ടി, പക്ഷെ നമുക്ക് കിട്ടുന്ന കുട്ടി ചിലപ്പോ സുപ്രീം കോടതിയിലെ വക്കീലിനെക്കാളും കാര്യമായിട്ട് വാദിക്കുന്ന കുട്ടിയായിരിക്കും. നമ്മൾ കൊടുക്കുന്നത് ഒന്നും കഴിക്കില്ല, കെച്ചപ്പ് മാത്രം മുക്കിയിട്ട് മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെ ലഡു റെഡി, ടൊമാറ്റോ സോസ് റെഡി. ചിലപ്പം അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ, എനിക്ക് നൂഡിൽസ് മാത്രം മതി എന്നൊക്കെ പറയുന്നത് ചില കുട്ടികളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറ്റാന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കുമോ? നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന സാധനം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിനെ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അതും ചെയ്യില്ല. നമുക്ക് കിട്ടിയ സാധനത്തിനെ മാത്രമല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികളുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടും അവരുടെ ചിന്തകൾക്കനുസരിച്ചിട്ടും അവരെ എങ്ങനെ ശരിയാക്കി എടുക്കാം എന്നുള്ളത് നമ്മൾ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്തിട്ട് അവരോട് ഉപയോഗിക്കേണ്ട വാക്കുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉത്തരം കിട്ടുക എന്നുള്ളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടൊക്കെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇമാജിനേഷനിലുള്ള കുട്ടീനെയും റിയൽ ലൈഫിലുള്ള കുട്ടീനെയും രണ്ടിനെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നമുക്ക് ഒരു സ്ഥലത്തേക്കെങ്കിലും എത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലത്തെ കുട്ടീനെ നമുക്ക് കിട്ടിയില്ല എന്ന് വരാം. അപ്പോൾ നമ്മൾക്ക് കയ്യിലുള്ള കുട്ടീനെ നമ്മൾ വിചാരിച്ച പോലത്തെ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് അതിന് മുമ്പിലോട്ടേക്ക് വളർത്തിക്കൊണ്ടു പോവുക എന്നത് മാത്രമേ രക്ഷയുള്ളൂ.